ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, നാളെ ഞായറാഴ്ച 19 ജാനുവരി 2025 വിശുദ്ധ കുർബാനയിൽ വായിക്കാൻ പോകുന്ന ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വേദഭാഗങ്ങളാണ്. നാളത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആരാധനാ വർഷത്തിൻ്റെ 12ാമത്തെ ഞായറാഴ്ചയും ജനഹായ്ക്ക് ശേഷം വരുന്ന 2ാമത്തെ ഞായറാഴ്ചയുമാണ്. ക്രിസ്തു തൻ്റെ നിയോഗങ്ങളിൽ സഹജാതികളിൽ നിന്നും കുറേ പേരെ വിളിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഫിലിപ്പോസിനെ വിളിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. 43-ാം വാക്യം നാം നോക്കുമ്പോൾ, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് യേശു പറയുന്നു. ഉടനെ അവൻ യേശുവിനെ അനുസരിക്കുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടിട്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. 47-ാം വാക്യത്തിൽ നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. 51-ാം വാക്യത്തിൽ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. ഈ വിളികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, ഡിസൈപ്പിൾഷിപ്പ് വിത്ത് എന്തൂസിയാസം, ഉത്സാഹത്തോടു കൂടിയ ശിക്ഷണം. അവൻ വിളിച്ച ഉടനെ അവനോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി ചേർന്നവനാണ് ഫിലിപ്പോസ്. 2ാമത്തെ പോയിൻ്റ്, ഡിസൈപ്പിൾഷിപ്പ് വിത്ത് സിൻസിയറിറ്റി, ആത്മാർത്ഥതയുള്ള ശിഷ്യത്വം. ഇവിടെ നാം കാണുന്നത് നഥനയേലിൻ്റെ ആത്മാർത്ഥതയാണ്. അവനെ കണ്ട് യേശു പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ കർത്താവ് അവനെ ശിഷ്യനാക്കുന്നു. തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ ബർത്തലോമായി എന്ന നഥനയേൽ അവനോടൊപ്പം ചേർന്നു യേശുവിനെ സ്തുതിക്കുന്നു. 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പ് വിത്ത് വിഷൻ, ദർശനങ്ങൾ കാണുന്ന ശിഷ്യത്വം. ദൈവം കാണിച്ചു തരുന്നതായ ദൃശ്യങ്ങളെ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. നാം നമ്മുടെ ഗുരുവിനെ തിരിച്ചറിയുന്നുവോ എന്ന് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മെ ഉപകരിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ലഭിച്ചതായ നൽവരങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. മനുഷ്യത്വം മറക്കാതെ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. ആയതിനാൽ നാം ഉത്സാഹത്തോടുകൂടി ശിഷ്യത്വം സ്വീകരിക്കുന്നവർ ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥതയുള്ള ശിഷ്യത്വം ആണോ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ദർശനങ്ങൾ കാണുന്ന ഒരു ശിഷ്യത്വം നമുക്കുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില കർത്തവ്യങ്ങൾ നാം ശരിയായി നിർവഹിക്കുന്നുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന് യഹോവ മോശയോട് പറഞ്ഞത് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? വിശുദ്ധ മർക്കോസ് ഏവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു എന്ന് യേശു പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടോ? നാം നമ്മെ തന്നെ മനസ്സിലാക്കി നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് നല്ലവരായി മറ്റുള്ളവർക്ക് ഉപകാരിയായി ബാക്കിയുള്ള ജീവിതം നന്നായി ജീവിക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശം സ്ഥാപിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകിക്കൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.